വെറുപ്പിനെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കണം. അതുകൊണ്ട് ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തണം. ഇത് പറഞ്ഞിരിക്കുന്നത് പാളയം ഇമാമാണ്. ഇസ്ലാമോഫോബിയ ലോകത്ത് ശക്തിപ്പെടുന്നു എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാട് ഇരട്ടത്താപ്പല്ലേ? ഇരട്ടത്താപ്പല്ല, മുത്താപ്പ് എന്ന് പറയേണ്ടി വരും. മുത്തലാഖൊക്കെ പോലെ ഒരു മുത്താപ്പാണ്. ഉം ഉം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സംഗതി ഇല്ല. 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 രണ്ടാമത്തെ ധ്വനി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിനോട് എല്ലാവരും വെറുപ്പിൻ്റെ രാഷ്ട്രീയം പരിശീലിക്കുന്നു. വെറുപ്പ് ഇസ്ലാമിനോട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിക രാജ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നതിൽ ബാക്കിയുള്ള ലോകത്തുള്ളവരെല്ലാവരും ശത്രുതയോടുകൂടി കാണുന്നു. അപ്പോൾ വെറുപ്പുണ്ട്, ശത്രുതയുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം. ഇനി ഇദ്ദേഹം ഇതൊക്കെയാണ് ചെയ്യുന്നത്, അതും കൂടി ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇതിനകത്തൊരു അടിസ്ഥാന ചോദ്യം കിടക്കുന്നത്, വെറുപ്പിൻ്റെ മതമായിട്ട് ലോകത്ത് അവതരിച്ചത് ഏത് മതമാണ്? അതാണ് ചോദ്യം. ഏത് മതമാണ്? അങ്ങനെ ഒരു മതത്തെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയേണ്ടി വരില്ലേ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ ബിംബാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും സുഹൃത്തുക്കളാക്കരുത്, വിശ്വസിക്കരുത്, അവരെവിടെ വെച്ച് കണ്ടാലും കൊല്ലണം. ഇതൊരു വിശുദ്ധ മതഗ്രന്ഥത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ മതഗ്രന്ഥം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവർ അത് പ്രയോഗത്തിലെത്തിക്കണ്ടേ? അല്ലാത്തവർക്ക് പ്രശ്നമില്ല. ഈ ഖുറാൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം സത്യവാക്യങ്ങളാണുള്ളതെന്നും അത് സത്യമാണെന്നും അത് അപ്പാടെ ആചരിച്ച് ജീവിക്കുന്നതാണ് ഒരു മുസൽമാൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരിത് പ്രയോഗത്തിലെത്തിക്കണ്ടേ? അവരിത് പ്രയോഗത്തിലെത്തിക്കണ്ടേ? വല്ലാതെ പറ്റില്ലല്ലോ. ആ അപ്പോൾ ഹെയ്റ്റ് ഏതിനകത്താണ് വരുന്നത്? ആ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ സർ? പിന്നെ എന്ത് വെച്ചുകൊണ്ട് പറയണം? എന്നാൽ വേറെ ഏത് കാര്യം വേണം? അത് മാത്രം. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇദ്ദേഹം ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഡയലോഗ്സ്. പക്ഷെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അദ്ദേഹം അത് തുറന്നു കൊടുത്തില്ല. നാട്ടുകാരോട് പറഞ്ഞാണ്, പള്ളി തുറന്നു കൊടുത്തില്ലല്ലോ. കൊടുത്തോ? ശൗചാലയം ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പള്ളിമുറ്റത്തൊന്നും പൊങ്കാല ഇടാൻ സമ്മതിച്ചില്ലല്ലോ. ഇല്ല. എന്തിനാണ് ഈ വായിക്കൊള്ളാത്ത കാര്യം പറയണത്? സത്യസന്ധമായിട്ട് പറയാൻ പാടില്ലേ? എന്തിനാണ് ഇങ്ങനെ ഈ വായിക്കൊള്ളാത്ത കാര്യവും നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യവും പറയുന്നത്? അതുപോലെ ഒരു പെൺകുട്ടി, ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി പൊങ്കാല ഇട്ടപ്പോൾ അവർക്ക് നേരെ, ആ കുട്ടിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഉണ്ടായി. അന്ന് പക്ഷേ ഇദ്ദേഹത്തെ കണ്ടില്ല. ഇല്ല, വരില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യസന്ധമായിട്ട് പറയണമല്ലോ. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പിന്നെ ശത്രുതയുണ്ട്. ശത്രുത ഇല്ലാത്ത ഒരു സമീപനമില്ല. ഇപ്പം ചതിയൻ്റെ ചൂതും ഞാൻ തന്നെ എന്ന് പറയാവുന്നൊരു ദൈവസങ്കല്പം ഇവർക്കില്ല. ഞാൻ ഭഗവത്ഗീതയിലാണ് ഉദ്ദേശിച്ചത്. ഐ ആം ദ ഗാംബ്ലിംഗ് ഓഫ് ദ ചീറ്റ്. ശകുനിയും എന്നിൽ തന്നെ എന്നുള്ളതാണ്. വെറുപ്പില്ല. ഇതങ്ങനെയല്ല. അല്ലാഹുവിൻ്റെ തിരുവചനങ്ങളെ ധിക്കരിക്കുന്നവൻ ശത്രുവാണ്, അവൻ വധ്യനാണ്, വധിക്കപ്പെടേണ്ടവനാണ്. പിന്നെ എന്തു ചെയ്യും? അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു മതത്തെ സംശയത്തോടു കൂടി നോക്കിയാൽ കുഴപ്പമുണ്ടോ? തെറ്റു പറയാൻ പറ്റില്ല. അതിനെ ഭയത്തോടു കൂടി നോക്കിയാൽ കുഴപ്പമുണ്ടോ? ഇനി വേറൊന്നില്ലേ? എത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ വന്ന് ഭരിക്കുന്നത്? ഇന്തോനേഷ്യ ഉദാഹരണം. ഇന്തോനേഷ്യ ഇല്ലേ? ഇന്തോനേഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇത് ഈ രാജ്യങ്ങളൊക്കെ എന്തായിട്ട് മാറി? ഇസ്ലാം ചെന്ന സ്ഥലത്തെല്ലാം ഇസ്ലാം ആക്രമിക്കുകയും
നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുകയും മതം മാറാൻ തയ്യാറാകാത്തവരെ കൊല്ലുകയും ചെയ്ത ചരിത്രം ആ മതത്തിനില്ലേ? ബ്രിട്ടൻ ഒരു അടുത്ത ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരും. റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് ഞാൻ അതിനകത്തേക്ക് വരികയാണ്. അവർ പുതുതായിട്ടൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമോഫോബിയക്ക് ഒരു പുതിയ നിർവചനം കൊടുത്തു. ആ നിർവചനം ഇപ്പോൾ അവിടെ വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയുന്നത് തെറ്റാണ് എന്നാണ്. ഇസ്ലാം ഹെയ്റ്റ് അഗൻസ്റ്റ് ഇസ്ലാം അത് വലിയ തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം അവർ ഉന്നയിച്ചു. ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടുത്തെ സിഖുകാർ ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്ത്, അവിടുത്തെ ക്രിസ്തു മത സംഘടനകൾ ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇത് എടുത്തുകൊണ്ട് ഇത് പറ്റില്ല എന്നാണ് പറയുന്നത്. ആ നിർവചനം പിൻവലിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇസ്ലാമിലേക്ക് വരുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്നും ഇസ്ലാമിനെ വിമർശിക്കുന്നത് ദൈവനിന്ദയാണെന്നും ദൈവനിന്ദകരെ കൊല്ലണമെന്നും പറയുന്ന ഒരു ഗ്രന്ഥമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യുക? അതിനോട് ഇസ്ലാം എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആക്രമണം നടത്തുകയും ആക്രമണത്തിലൂടെ മതപരിവർത്തനം നടത്തുകയും മതപരിവർത്തനത്തിന് വിസമ്മതിച്ചവരെ കൊന്നൊടുക്കുകയും ചെയ്ത ചരിത്രമുള്ളൊരു മതത്തെ ഭയത്തോടു കൂടി മനുഷ്യർ കാണുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഇസ്ലാമോഫോബിയക്ക് ഈ ചോദ്യമുണ്ട്. ഇന്ത്യയിൽ വന്നിട്ടും അത് തന്നെ ചെയ്തില്ലേ മുഗൾ രാജാക്കന്മാർ? മറ്റേ ബാബറിൻ്റെ കാലം തുടങ്ങി, അത് ചെങ്കിസ് ഖാൻ, ഇവരെല്ലാവരും ഇത് തന്നെയല്ലേ ചെയ്തേക്കണം. ഒരു രാജ്യത്ത് ചെല്ലുക, ആ രാജ്യത്തെ ആക്രമിക്കുക, ആ രാജ്യത്തെ ജനങ്ങളോട് അവരുടെ മതം ഉപേക്ഷിക്കാൻ പറയുക, ഇസ്ലാം മതം സ്വീകരിക്കാൻ പറയുക, വിസമ്മതിക്കുന്നവനെ കൊല്ലുക. ഇതെങ്ങനെ ശരിയാവും? വിസമ്മതിക്കുന്നവനെ കൊല്ലുക, അതെങ്ങനെ ശരിയാവും? അപ്പം അതിനോട് ഭയം വരില്ലേ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും? ആ ഭയം ഉണ്ട്, അതൊരു വസ്തുതയല്ലേ. അങ്ങനെ ഒരു ഭയം നിലനിൽക്കെ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാൻ പാടില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനിന്ദയാകും. അങ്ങനെ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടെന്ന്. കൊല്ലാൻ പറയുന്ന ദൈവത്തെ ആളെ ഇങ്ങനെ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊല്ലണമെന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് വേണ്ടെന്ന് പറയാനുള്ള അവകാശം നമുക്കും വേണ്ടേ? അത്രയും വേണ്ടേ? അതും പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ ബ്രിട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അവിടെ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയുന്നത് ദൈവനിന്ദയാവുകയും സ്വതന്ത്രമായ സംഭാഷണത്തെ തടയുന്നു എന്നാണ് അവരുടെ വാദം. ഫ്രീ സ്പീച്ച് ഇല്ല ഇപ്പോൾ. കാരണം ഇസ്ലാമിനെതിരാണെന്നുണ്ടെങ്കിൽ ഫ്രീ സ്പീച്ച് ഇല്ല. ഇസ്ലാം പറയുന്നതൊക്കെ ഫ്രീ സ്പീച്ചുമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അന്തരീക്ഷം വന്നിരിക്കുന്നു. ഇത് വലിയ അപകടമല്ലേ നടത്തുക? ഇതെങ്ങനെ ശരിയാവും? അതായത് ആൻറ്റി മുസ്ലിം ഹോസ്റ്റിലിറ്റി എന്നാണ് ഇവർ ഇതിനെ പറയണ. മുസ്ലിം വിരുദ്ധ എന്താ പറയേണ്ട ശത്രുത. മുസ്ലിം വിരുദ്ധ ശത്രുതയല്ല, ഖുറാനിൽ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധമാണെങ്കിൽ അതിനോട് വിയോജിപ്പുണ്ടെന്ന് തന്നെ പറയണം. പക്ഷേ ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ നല്ല 1% പേരെങ്കിലും ഇത്തരക്കാരുണ്ടല്ലോ, അതേ പറയുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇമാം ഈ ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റ്? ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് ഇമാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഇത് ഇസ്ലാമിനെ പേടിയോടെ കാണുന്ന ഒരു വസ്തുതയാണെന്നുള്ള കാര്യമാണ് അങ്ങേര് പറഞ്ഞത്. അങ്ങേര് പറയണ ആ വസ്തുതക്ക് അടിസ്ഥാനമില്ല എന്നാണ്. എൻ്റെ വാദം ആ വസ്തുതക്ക് അടിസ്ഥാനം ഉണ്ടെന്നാണ്. എന്തുകൊണ്ട് അടിസ്ഥാനമുണ്ട്? കാരണം ഇസ്ലാമിൻ്റെ ആവിർഭാവം 7-ാം നൂറ്റാണ്ടിലാണല്ലോ. ക്രിസ്തുവിന് ശേഷം 7-ാം നൂറ്റാണ്ടിൽ വന്നതിന് ശേഷം ആ 7-ാം നൂറ്റാണ്ടിൽ എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം ബഹുദൈവ വിശ്വാസികളെയും ബിംബാരാധകരെയും തകർത്തിട്ടുണ്ട്. പ്രവാചകന്റെ കാലത്ത് തന്നെ മതം മാറാൻ വിസമ്മതിച്ചവരെ കൊന്നിട്ടുണ്ട്. മെക്കയും മദീനയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഇതര മത ആരാധനാലയങ്ങളാണ്. അപ്പോൾ ഈ ആരാധനാലയങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ബിംബങ്ങൾ തകർക്കുകയും അവിടെ പള്ളികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് ഇവർക്ക് ചരിത്രത്തിലുണ്ട്. അങ്ങനെ ചരിത്രമുള്ള ഒരു മതത്തെ
ആളുകൾ ഭയക്കില്ലേ? സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭയക്കില്ലേ? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു മതത്തെ ആളുകൾ സംശയത്തോടെ കാണില്ലേ? ഇത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യം, വിദ്യാഭ്യാസം എല്ലാം മതപരമാണോ എന്ന് പറയുന്നതില്ലേ ഇവർ? എന്ന് ഇത് തന്നെയല്ലേ വന്നേക്കണ? അതുകൊണ്ട് ഒരു പ്രാവശ്യമല്ലല്ലോ. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം വിഭാഗങ്ങളിൽ ഒരു മതപരിഷ്കരണ ശ്രമങ്ങൾ നടക്കുന്നത് വളരെ കുറവല്ലേ? നമ്മുടെ അറിവിലില്ല. 1922 മുസ്ലിം ഐക്യസംഘം രൂപപ്പെടുന്നത് കൊടുങ്ങല്ലൂർ. അവരാണ് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസം വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. എതിർപ്പായിരുന്നു. ക്ലർജി അതിനെ എതിർത്ത്, മതപൗരോഹിത്യം അതിനെതിരായിരുന്നു. 1924 സമസ്ത കേരള ജമായത്തുൽ ഉലുമ എന്ന് പറയുന്ന സംഘം വന്നത്. അവരാണ് മദ്രസ വിദ്യാഭ്യാസം വികസിപ്പിച്ചെടുത്തത്. ആ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ അനന്തരഫലം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്രസയിലാണ് വിദ്യാർത്ഥികളുടെ കുഞ്ഞു മനസ്സിലേക്ക് മറ്റേ ബഹുദൈവ വിശ്വാസിയും ബിംബാരാധകനെയും കൊല്ലേണ്ടവനാണ് എന്ന് പഠിപ്പിക്കുന്നത്. 1956 കേരള നടുവത്തൽ മുജാഹിദീൻ വന്നത്. അവരാണ് സെക്കുലർ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. 57 തുടങ്ങിയാണ് സെക്കുലർ വിദ്യാഭ്യാസം ഇവിടെ കൂടുതലായിട്ട് വന്നതും അതിന് സഹായം ചെയ്ത് EMS ആണ്. അതിൻ്റെ EMSന് കിട്ടുകയും ചെയ്തു. EMSന് കിട്ടുകയും ചെയ്തു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ അധികാരം മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുത്തത് ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിങ്ങളെ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആക്കി നിലനിർത്തിയത് മുസ്ലിം ലീഗാണ്. അത് 1906 തുടങ്ങിയുണ്ട്, 47 തുടങ്ങി, ഇവിടെയും തുടങ്ങി. ഇത് കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് സാംസ്കാരിക രംഗത്തേക്ക് മുസ്ലിമിൻ്റെ സമഗ്രാധിപത്യത്തിന് വേണ്ടി നിന്നത്. അവരാണ് മാധ്യമവും സംസ്കാരവും സാഹിത്യവും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത്. അതിൽ നിന്നുള്ള എഴുത്തുകാരെ സൃഷ്ടിച്ചെടുത്തത്. ആ സ്കൂളിൽ വരുന്ന എഴുത്തുകാർക്കെല്ലാം ഒരേ സ്വഭാവമാണ്. ഒരു ബഷീറിയൻ സാഹിത്യത്തിൻ്റെ സ്വഭാവം ഇവർക്ക് ആർക്കും ഇല്ല. ബഷീറിയൻ സാഹിത്യത്തിൻ്റെ പിന്തുണക്കാരല്ല ഇവർ അതിൽ നിന്നെല്ലാം മാറിപ്പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്രോ ഡോളറിൻ്റെ സ്വാധീനം വന്നപ്പോൾ, പെട്രോ ഡോളർ സലഫിസം അത് വന്നപ്പോഴാണ് എന്ത് വന്നത്? അറബി മലയാളവും മാപ്പിള കലാ സംഗമങ്ങളും വന്നു തുടങ്ങിയത്. എല്ലാം സെപ്പറേറ്റ് ഐഡൻറ്റിറ്റീസ് സൂക്ഷിക്കുകയാണ്. ഇവിടുത്തെ കലാരൂപങ്ങളും ഈ മണ്ണിൽ സ്വാഭാവികമായി മുളച്ചു പൊന്തുന്ന കലാരൂപങ്ങളും സംഗീതവും അടക്കം സകലതും അന്യമാക്കപ്പെടേണ്ടതാണ് എന്നൊരു വിശ്വാസം കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പം സെപ്പറേറ്റിസം പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു മതത്തെ സംശയത്തോടെ നോക്കി ഇതിനെ തെറ്റു പറയാൻ പറ്റുമോ? അപ്പം ഈ ഇമാം എന്താണ് ഈ പറയുന്നത്?